മൈ ഗോഡ്, കാപ്പിച്ചു നോക്കിയാ മഴ പെയ്ത് കിടക്കുന്ന സ്ഥലം. എന്നാ രസം നോക്കിയാടാ, എന്നാ ഭംഗിയല്ലേ. നിങ്ങളുടെ ഏരിയ ഒന്നാമത് ഭയങ്കര ഭംഗി. മഴ പെയ്ത സുന്ദരനായി കാപ്പിച്ചു നിൽക്കുന്നു. അടിപൊളി സ്ഥലമായി നമ്മുടെ സ്ഥലവും നിൽക്കുന്നു. അതൊക്കെ വലിയ സാധനമൊക്കെ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. എന്നാ പൊന്നെ കാപ്പിച്ചു, ഇത് രാവിലെ തുടങ്ങല്ലേ എന്തേ പരിപാടി? ഇതും ചപ്പിക്കൊണ്ടിരിക്കും. രാവിലെ ഫുഡൊക്കെ പുള്ളി കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് പുള്ളി വന്നിരിക്കുവാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ പരിപാടി ഇത് ഫസ്റ്റത്തെ പരിപാടി ഇത്. ആലോചിച്ചോണം. എന്നെ ആലോചിക്കുന്നേ, എന്നെ ആലോചിക്കുന്നേ എന്താ സീൻ? എന്തോ ആലോചിച്ച് പുള്ളി ഇങ്ങനെ നിൽക്കുക. എന്തോ വേണോ എന്തോ കൺഫ്യൂഷൻ ആയിരുന്നു. മൈൻഡ് പുള്ളിയുടെ ബഫറിങ്ങിലാന്ന് തോന്നുന്നു. പുള്ളിക്ക് തന്നെ അറിയത്തില്ല എന്നാ ചെയ്യണമെന്ന്. ദേ പോകുന്നു. അതിലും വലിയ സാധനം പൊക്കിക്കൊണ്ട് വരാനാണ് കേട്ടോ ഈ പോക്കകത്തേക്ക്. ചെമ്പരത്തി കാണുമ്പോൾ ഞാനെപ്പോഴും ആലോചിക്കുക, ഇത്രയും നല്ലൊരു പൂവിനെ എന്തിനാണ് ആൾക്കാർ വട്ടന്മാർ വെക്കുന്ന പൂവെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. ഇല്ലേ, ശരിയല്ലേ? അപ്പോൾ ഞാൻ ആലോചിച്ചു ചിലപ്പോൾ ഇനി മനുഷ്യന്മാരൊക്കെ ഒറിജിനലി വട്ടായതുകൊണ്ടാണത്. കാരണം നല്ല സാധനങ്ങളെ കണ്ടാലും ചിലപ്പോൾ നമ്മൾ പന്ന എന്ന് പറയും. നമ്മൾ നല്ല ചെയ്താലും നമ്മളൊക്കെ ഇട്ട് ലാസ്റ്റ് തിരിച്ചടിക്കും. അങ്ങനെ ഒരു സംഭവമായിരിക്കും. അതുകൊണ്ട് പറയുന്നതായിരിക്കും. ഞാൻ പറഞ്ഞാലേ കാര്യമില്ല. നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ നല്ലതെന്ന് പറയുന്ന സംഭവങ്ങൾ പൊട്ടയായിരിക്കും. പൊട്ടയെന്ന് പറയുന്ന സംഭവം നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കാറില്ല. അതുപോലെയാണ് ഈ ചെമ്പരത്തിയുടെ കഥയും. ചെമ്പരത്തിയുടെ കഥ നമ്മൾ പറഞ്ഞു ഇത് വട്ടന്മാരുടെ പൂവെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ കാണുമ്പോഴാണ് ഈ വട്ടൻ്റെ പൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുന്നത്. ഇത്രയും നല്ല ഭംഗിയുള്ളൊരു പൂവിനെ നമ്മളതിനെ ആക്ഷേപിച്ചു വിട്ടിരിക്കുകയാണ്. എൻ്റെ കഥ അറിയാതെ എൻ്റെ സൗന്ദര്യം പോലും മനസ്സിലാക്കാതെ എന്തോ ചെയ്യാനാണല്ലേ. രാവിലെ എനിക്ക് ചെമ്പരത്തി തന്ന ഒരു സംഭവമാണ് ഇതേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ പോയിന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ ലോകം എങ്ങനെയാണ്? നമ്മൾക്കിടത്ത് ചൂഷണം ചെയ്യുന്നവനെ തന്നെ നമ്മൾ എല്ലാം കൈയടിച്ച് വാഴ്ത്തുകയും ചെയ്യും. നമ്മളെ നല്ല പറയാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ പറയും ഓ നിനക്ക് വട്ടാ. ഗാർഡിയൻ വെളിയിലൊക്കെ നോക്കിയിരിക്കുക അടുത്ത ആളെ പോകുമ്പോൾ കുറയ്ക്കാൻ വേണ്ടി. അവനെ ഭയങ്കര ഗാർഡിങ് കേട്ടോ. രക്ഷയില്ല. ഇവൻ്റെ അപ്പൻ്റെ സ്വഭാവം വെട്ടിയേക്കുന്നത്. വണ്ടി വന്നു പുള്ളിക്ക് എപ്പോഴേ തുടങ്ങി. പുള്ളിയുടെ നിൽക്കുന്ന നിപ്പോ എനിക്ക് മൂടില്ലെന്ന് തോന്നുന്നു. ഇവന് എപ്പോഴും ഓട്ടം ചാട്ടമായിരിക്കും. ഇങ്ങനെ ഓടിക്കൊണ്ട് ഇവര് വരത്തുള്ളൂ. ഇവര് സ്ലോ ഡൗൺ എന്ന് പറയുന്ന സംഭവം ഇല്ലല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരൻ ഓടി വന്നിട്ട് ഈ മഴക്കാലത്ത് സ്ലിപ്പായി ഇവൻ്റെ ആ പോയണ്ടല്ലോ ആ സാധനത്തിന് ഒരു ഗുണമില്ലെന്ന് തോന്നുന്നു. മീൻസ് വെള്ളം ഉണ്ടെങ്കിൽ ടൈലാണെങ്കിൽ പുള്ളി സ്ലിപ്പാവും. അതുകൊണ്ട് ഭയങ്കര പ്രോബ്ലമാണ്. നിങ്ങൾ സൂക്ഷിക്കുക കേട്ടോ. മഴക്കാലത്ത് വലിയതായിട്ട് വെളിയിൽ ഇറക്കാതിരിക്കുക. വെളിയിൽ ഇറക്കിയാലുണ്ടല്ലോ വലിയ പ്രോബ്ലമാണ്. അല്ലെങ്കിൽ പോത്ത് ഉടച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ കാര്യം. അല്ലെങ്കിൽ ഇയാൾ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സ്ലിപ്പായി ഇങ്ങനെ വീണോണ്ടിരിക്കും. നമ്മൾ ഈ ഗ്രിപ്പില്ലാത്ത ചെരുപ്പിട്ടുകൊണ്ട് ടൈലേ നടക്കുന്നവരാണ് പുള്ളിയുടെ പരിപാടി. പിന്നെ എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്നാണ്ട് എന്നടുത്തോണ്ടിരിക്കുക. രാവിലെ ഫുഡൊക്കെ കഴിച്ചോ? രാവിലെ എന്താണ് സീൻ? ഇവിടെ മഴയാണ് കേട്ടോ. ഇവിടെ അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻസ് ഡ്രിസിൽ ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ നൈസായിട്ട്. മൈ ഫേവറേറ്റ്. എൻ്റെ ഈ നാടിൻ്റെ ഏറ്റവും ബ്യൂട്ടി കാണണമെങ്കിൽ നിങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കിടക്കുന്ന കേരളമായിരിക്കും. ഭയങ്കര ഗ്രീനറിയൊക്കെ. അതുപോലെ നമ്മുടെ സ്ഥലവും ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇച്ചിരി അപ്പുറത്തോട്ട് പോകുകയാണെങ്കിലുള്ള മഞ്ഞൊക്കെ കാണാൻ പറ്റും. ചിലപ്പോൾ ഇന്ന് പോകുമായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഇവനെ കൊണ്ടുപോയി കുറച്ച് മഞ്ഞ് സംഭവം ഒരു നടത്തമൊക്കെ നടത്തിയിട്ട് വന്നാലും ഞാനിങ്ങനെ ആലോചിച്ചുണ്ട് കുറച്ച് സമയം കഴിയും. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം പോവാം. കുറച്ച് സമയം കഴിയുമ്പം പോയാലുണ്ടല്ലോ കട്ട വെയിലായി മാറിയ പണി പാടും. നമ്മൾ കരിഞ്ഞു പോകുന്നതായിരിക്കും. രാവിലെ എഴുന്നേറ്റല്ലോ. സമയത്ര 7:30യോ? ഇന്നലെ കിടന്നുറങ്ങിയോ? ഇന്നലെ കിടന്നുറങ്ങിയില്ലേ? അതെന്താണ് ആ പൂച്ച അങ്ങോട്ടെ ഈ മഴയത്ത്? ഇവിടെ വേറെ കാര്യം, നമ്മളെ ചക്കീനെ കാണുന്നില്ല. ചക്ക എവിടെ പോയിന്ന് ഒരു വിവരമില്ല. ചക്കി പ്രഗ്നന്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും അവള് പിള്ളേരെ ഉണ്ടാക്കി അവിടെ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടായിരിക്കും. എവിടെയെന്ന് അറിയത്തില്ല. വീടിനകത്താകാതിരുന്നാൽ നല്ലതായിരുന്നു. കാരണം വീടിനകത്താണെങ്കിൽ ഈ കാപ്പിച്ചുവിൻ്റെ ഭ്രാന്ത. ഇവനെ ഉണ്ടല്ലോ വേറെ ചെറിയ ആനിമൽസിനെ കാണുമ്പോൾ ഇവനുണ്ടല്ലോ ഇവന് ഇളക്കം കൂട്ടി ഇവനെന്നാ ചെയ്യുമ്പോൾ പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് കിട്ടണയൊക്കെ ഉണ്ടല്ലോ ഇവൻ്റെ വെയിറ്റ് അനുസരിച്ച് ഇവൻ എൻ്റെ മണ്ടേ വല്ലതും ചവിട്ടുവാണെങ്കിൽ കിട്ടേണ്ട കഥ പോക്കാം. ചക്കി എന്താ പോയത് നോക്കിയാൽ? ചക്കി ഉണ്ടോ നോക്കിയാൽ? ഇപ്പൊ ചക്കി ഉണ്ടോ നോക്കിയാൽ? എവിടെ ചക്കീനെ കേട്ടില്ല. 2 ദിവസമായിട്ട് ചക്കീനെ കേട്ടില്ല. പോ അടേ ഉള്ളി ഇതിനെ വണ്ടേക്ക്
സ്ഥിര ഏർപ്പാടായത്. അത് വെള്ളം ഉണ്ടെങ്കിലും പുള്ളി ഇവിടെ വന്നിട്ട് ഈ ടാപ്പിനകത്ത് നമ്മളുടെ കുടിയൊക്കെ എന്താ സാധനം അത്. എന്തേ കാപ്പി ഉണ്ടോ? കോഫി എടുത്ത് വെച്ചേക്കോ, എന്നാൽ ചൂടെല്ലാം പോയി കാണുമല്ലോ. ഇല്ലല്ലേ കോഫി തീർന്നിരിക്കുന്നു. പൊട്ടിയിട്ടില്ല. അപ്പച്ചന് കോഫി വേണോ? കോഫി കുടിക്കാൻ പറ്റത്തില്ല ഡോഗ്സിന് കേട്ടോ. അതുകൊണ്ട് കാപ്പിച്ചോന് കോഫി ഇല്ല കേട്ടോ. പോയോ ഇതന്നെ ഉണ്ടാക്കുന്ന ഇന്ന് രാവിലെ എന്നാ സംഭവം എന്നാ? ദോശയാ? അല്ല ഇന്നലത്തെ മാവാണോ അത്? എപ്പോഴും ഇരിപ്പുണ്ടല്ലോ. ഇതല്ല ഇതിനകത്ത് തന്നെ ഒലിവ് ഓയിലൊക്കെ ഒഴിച്ചെന്നാ പരിപാടി? കുക്കറി ഷോ നടത്തിയാ നമുക്ക്. അമ്മ ഭയങ്കര കുക്കറാ. ചെറുകൂടെ കടുകൊക്കെ ഇടും. കടുക് അടിപൊളിയാ. കടുക് ഉണ്ടെങ്കിലേ ടേസ്റ്റ് വരത്തുള്ളൂ. സമ്മന്തി വെള്ളച്ചമ്മന്തി ഉണ്ടോ ചോപ്പ ചമ്മന്തിയാണോ? ദോശയൊക്കെ ഉണ്ടാക്കാൻ എന്നാ രസമല്ലേ? ആഫ്രിക്കയോ? ഈ ദോശ വലിയ മോശമൊന്നുമില്ല. കഴിച്ചിട്ട് കിടന്ന് ഫ്ലാറ്റ് ഔൾസ്കിയായി തീർന്നു. അവന്റെ കഥ തീർന്നു. ഇനി നമ്മുടെ ഫുഡിങ് ആണ്. ഒരു കാര്യം കാണിച്ചാലേ, ഇവിടെ കിടന്നവൻ അവിടെ എത്തി കേട്ടോ. എന്നാ അറിയോ? അമ്മയുടെ ഇതിനകത്ത് ഫുഡ് ലാസ്റ്റത്തെ സീനിലെത്തി. ലാസ്റ്റത്തെ ദോശ എത്തിയപ്പോ പുള്ളി മൂന്നെണ്ണം ഉണ്ടായിരുന്നു. മൂന്നെണ്ണം ഉള്ളപ്പോ പുള്ളി മൈൻഡൊന്നും ചെയ്യത്തില്ല. പക്ഷെ ലാസ്റ്റത്തെ സാധനം ലാസ്റ്റൊക്കെ ആവുമ്പോ ലാസ്റ്റത്തെ ഇത് എത്തിക്കഴിയുമ്പോ പുള്ളി അങ്ങോട്ട് പതിയെ അങ്ങോട്ട് സൈഡാവും. ഇനി അത് തീരെ പകുതി കഴിയുമ്പോ പുള്ളി എഴുന്നേറ്റിരിക്കും. അതിന്റെ മുമ്പിൽ വന്നിട്ട് നമ്മുടെ വായി നോക്കിയിരിക്കും. പുള്ളി മൂക്ക് വെച്ച് മുട്ടുമൊക്കെ ചെയ്യും. പുള്ളിക്ക് ലോട്ടറി എന്താണ് ഇത്? പോയി അടുത്ത് പോയി ഇരുന്നാ മതി. എന്നാ നല്ല കൊച്ചാന്ന് നോക്കി ഇരിക്കുമ്പോ. അയ്യോ ഫുഡ് മുമ്പേ ഉണ്ട്. ഗ്യാസ് പൈപ്പ് പോലെ നല്ല കുഞ്ഞ് വേറെ ലോകത്ത്. ഇറങ്ങുന്നില്ല